ആശയവിനിമയത്തെ പലതരത്തിൽ തിരിച്ചിട്ടുണ്ട്. Communication can be divided into different groups, basically depend upon the number of participants. How many people gets role in that particular process? ആശയവിനിമയത്തിൽ എത്ര ആളുകൾക്ക് പങ്കാളിത്തം ലഭിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ആശയവിനിമയത്തെ പലതായി തിരിച്ചിരിക്കുന്നു. Then depend upon the mode or method which you uses, the channels which you uses to communicate. The communication also can be divided. Different criteria we adopted in connection with the classification of communication. ആശയവിനിമയത്തെ വിവിധ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ പലതായി തിരിച്ചിട്ടുണ്ട്. That means today we discuss about the types of communication. എത്ര തരം ആശയവിനിമയമുണ്ട് എന്നുള്ളതാണ്. എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ആശയവിനിമയത്തെ നമുക്ക് തരംതിരിക്കാം. ഏത് രീതി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് ആശയവിനിമയത്തെ നമുക്ക് തരംതിരിക്കാം. വളരെ ലളിതമായ ഒരു മേഖലയാണിത്. Let us begin with the question. Is it possible to communicate a person alone? ഒരാൾക്ക് തന്നെ ആശയവിനിമയം നടത്താൻ കഴിയുമോ? മുഖാമുഖം ഇരുന്നുള്ള ഒരു സെഷനാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ ഡിബേറ്റിന് സാധ്യത സമ്മാനിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഒരാൾക്ക് തന്നെ ആശയവിനിമയം നടത്താൻ കഴിയും. ഒരാൾ തന്നെയുള്ള വർത്തമാനം പറഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്നത് എന്തെങ്കിലും അബ്നോർമൽ ബിഹേവിയർ ആണ്, അല്ലെ? കുറച്ചുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വർത്തമാനം പറഞ്ഞാൽ നമ്മൾ പിച്ചോ വട്ടോ ഒക്കെ ആണെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് തനിച്ച് ആശയവിനിമയം നടത്താൻ പാടില്ല എന്നാവും ഭൂരിപക്ഷ ആളുകളുടെയും ഉത്തരം. ബട്ട് ആസ് എ കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡന്റ്, as a journalism student, you should identify the fact that it is possible to communicate a person alone. In terms of the different elements of communication, we can specify a person alone can serve as a source and receiver. He sends message to himself. He receives message sent by himself. ഒരാൾക്ക് തനിച്ച് ആശയവിനിമയം നടത്താൻ കഴിയും. അയാൾ ഒരേ സമയം ആശയവിനിമയ പ്രക്രിയയുടെ സോഴ്സും കമ്മ്യൂണിക്കേറ്ററും അല്ലെങ്കിൽ സെന്ററും ആയി മാറും. ഒപ്പം അയാൾ തന്നെ, അദ്ദേഹം തന്നെ, അവർ തന്നെ ആ ആശയവിനിമയ പ്രക്രിയയുടെ സ്വീകർത്താവുമായി മാറും. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുക, ഞാൻ എനിക്ക് തന്നെ സന്ദേശങ്ങൾ അയക്കുക, ഞാൻ അയക്കുന്ന സന്ദേശങ്ങൾ ഞാൻ തന്നെ സ്വീകരിക്കുക. അതാണ് ഒരു തരം ആശയവിനിമയം. ഇത് സാധ്യമാണോ എന്ന് നമുക്ക് സംശയം തോന്നാം. സാധ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അവിടെയുണ്ട്. ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ഫോഴ്സിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അദൃശ്യമായ ഒരു ശക്തി, ദൈവം, ഈശ്വരൻ, ചൈതന്യം എന്നൊക്കെ നാം വിളിക്കുന്ന, പല പേരുകളിൽ വിളിക്കുന്ന അദൃശ്യമായ ഒരു രൂപം. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുകയാണ്. ഒപ്പം മെഡിറ്റേഷൻ, യോഗ, റിഫ്ലക്ഷൻ, ഇന്നർ മോണോലോഗ്, ഇതെല്ലാം നമ്മൾ തന്നെ നമ്മൾ നടത്തുന്ന ഒരു ആശയവിനിമയ പ്രക്രിയ, നമ്മൾ തന്നെ നടത്തുന്ന ആശയവിനിമയ പ്രക്രിയ. മെഡിറ്റേഷൻ ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ധ്യാനം, യോഗ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. വി ആർ സെൻഡിങ് ഇൻഫർമേഷൻ ഓർ മെസ്സേജ് ആൻഡ് റിസീവ് ദ സെയിം ബൈ അവർസെൽഫ്. നമ്മൾ തന്നെ അയക്കുകയും നമ്മൾ തന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്തരം കമ്മ്യൂണിക്കേഷന് നമ്മൾ പറയുക ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന്. ഇൻട്രാ പേഴ്സണൽ, INTRA,
Persona, intrapersonal communication. In the beginning itself, we specified communication has been classified into several types, depend upon the social groups or number of participants in which it takes place and upon the technical devices used to facilitate it. The first one, intrapersonal communication. Intrapersonal communication means the communication which takes place a person himself or herself. Only one person will be there. That means a single person acts as the source and receiver at the same time. Examples also we specified here. Prayer, yoga, meditation, inner monologues, then contemplation, reflection are examples. And some division also can be specified in connection with this interpersonal communication. The interpersonal communication which takes place with a divine spirit or in terms of prayer can be specified as a transpersonal communication. TRANSPERSONAL, transpersonal communication. The first category, first type of communication is intrapersonal communication. Don't get to be confused with intra, INTRA. Intrapersonal communication is a communication in which only one person plays a role. That means the same person take the role of center or source or communicator and receiver. Examples: yoga, meditation, reflection, contemplation, inner monologues, and the like. And a subdivision of this intrapersonal communication is transpersonal communication. That means the communication or intrapersonal communication associated with or conversing or communicating with the divine can be termed as transpersonal communication. ആശയവിനിമയത്തിൽ ഒന്നാമത്തെ തരം ആശയവിനിമയം എന്ന് പറയുന്നത് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു വ്യക്തി അയാൾക്കുള്ളിൽ തന്നെ നടത്തുന്ന ആശയവിനിമയ പ്രക്രിയയാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ സന്ദേശം അയക്കുന്നതും സന്ദേശം സ്വീകരിക്കുന്നതും ഒരാൾ തന്നെയാണ്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു. ഇന്നർ മോണോലോഗ്സ്, ഡയലോഗ് ആൻഡ് മോണോലോഗ് നമുക്കറിയാം. ഇന്നർ മോണോലോഗ്, ഞാൻ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരങ്ങൾ കണ്ടെത്തുന്നു. മെഡിറ്റേഷൻ, ഞാൻ മാത്രമായിരിക്കുന്ന അവസ്ഥ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടംപ്ലേഷൻ, റിഫ്ലക്ഷൻ, പ്രയർ, യോഗ, ഇതെല്ലാം ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷന് ഉദാഹരണങ്ങളാണ്. ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഡിവൈൻ സ്പിരിറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നു എങ്കിൽ പ്രയറാണ് ഉദാഹരണം. അതിനെ നമ്മൾ ട്രാൻസ്പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് ഫസ്റ്റ് കാറ്റഗറി. വ്യക്തമാണ് എന്ന് മനസ്സിലാക്കുന്നു. സെക്കൻഡ് വൺ, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ ഇൻട്രാ, INTRA, ഇൻട്രാ. സെക്കൻഡ് വൺ ഇന്റർ, INTER, ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ തരം ആശയവിനിമയമാണ് interpersonal communication. The first, only one person. The second, interpersonal, means two people plays the role, or simply the face-to-face communication. The communication conducts between two persons, basically with the physical proximity. Proximity എന്ന് പറയുന്നത് ജേർണലിസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. Proximity means nearness, അടുപ്പം. അത് ജിയോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി ഉണ്ട്, ടൈമിലി പ്രോക്സിമിറ്റി ഉണ്ട്, ഇമോഷണൽ പ്രോക്സിമിറ്റി ഉണ്ട്, അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോ രണ്ട് ആളുകൾ മാത്രം ഇരുന്ന് സംസാരിക്കുന്നു, ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിന് ഓപ്ഷൻസ് വേറെ വരും. അതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. രണ്ട് ആളുകൾ സംസാരിക്കുന്നു. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ് in close physical proximity. അത് പലതരത്തിലാവാം. അത് നമ്മൾ ഇനി ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ പറയും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആ വാക്കുകൾ പറഞ്ഞു പോവാണ്. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് വെർബൽ,
ഓർ നോൺ വെർബൽ. വെർബൽ ആവാം, നോൺ വെർബൽ ആവാം. ഇപ്പോൾ നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. someone says something and someone listens something. ഒരാൾ പറയുന്നു, മറ്റൊരാൾ കേൾക്കുന്നു. അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പറയുന്നില്ല, നമ്മൾ കാണുന്നു. നോൺ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുന്നു, വരച്ചു വെച്ചിരിക്കുന്നത് കാണുന്നു. അതൊക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ രണ്ട് തരവും കൂടെ ഇടയ്ക്കങ്ങ് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇച്ചിരി കൂടെ വിശദീകരിച്ച് ഞാൻ പറയും. Verbal communication, non-verbal form. Either verbal or non-verbal, there we can make use in connection with the interpersonal communication. Interpersonal communication നമുക്ക് verbal or non-verbal or ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. പിന്നെ രണ്ടാളുകളാണ് പങ്കെടുക്കുക. മാക്സിമം ഇന്ററാക്ഷൻ ആണ് സാധാരണ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുക. There we can make use of word, gestures, expressions, any kind of feelings there we can share. We can make use of the all senses. We can touch there. We can express our feelings or emotions. എല്ലാ സെൻസസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് ആളുകൾ ഉൾപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ പറയുന്നതില് വെർബൽ, നോൺ വെർബൽ ഫോമുകൾ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും എഫക്റ്റീവ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി മോസ്റ്റ് വികാരിയസ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് സോ പേഴ്സണൽ, ഇറ്റ് ഈസ് ഡയറക്റ്റ്, ഇറ്റ് ഈസ് ഇന്റിമേറ്റ്, അലൗസ് മാക്സിമം ഇന്ററാക്ഷൻ. രണ്ട് ആളുകൾ മാത്രം പങ്കെടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഏറ്റവും ഇന്ററാക്ഷൻ നടക്കും. വേർഡ്സ് യൂസ് ചെയ്യാം, ഗസ്റ്റേഴ്സ് യൂസ് ചെയ്യാം, എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള പല സാധ്യതകൾ ഇതിനകത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ അങ്ങനെ പറയുക. Then this type of communication can be conducted by a mechanism or a device. ഇപ്പൊ രണ്ടാളുകൾ മൊബൈൽ ഫോണിൽ നമ്മൾ സംസാരിക്കുന്നു, മൊബൈൽ ഫോണിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കോൾ വിളിക്കുന്നു. ഇതൊക്കെ രണ്ട് ആളുകൾ മാത്രം, ഗ്രൂപ്പ് കോളിംഗ് അല്ല ഞാൻ ഉദ്ദേശിക്കുക, മൊബൈൽ കോളാണ് നമ്മൾ ഉപയോഗിക്കുക. മൊബൈൽ രണ്ടാളുകൾ സംസാരിക്കുന്നതിനാണ് പറയുക. അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ നമ്മൾ ഇന്റർപോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, INTERPOSTD, ഇന്റർപോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. That means interpersonal communication which conducts through a mechanism or a device is known as interpost communication. INTERPOSTD, interpost communication എന്ന് നമ്മൾ പറയും. അപ്പൊ ഇന്റർപോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാല് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നമ്മൾ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട്, ഏതെങ്കിലും ഒരു ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഇന്റർപോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദി ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ആദ്യത്തേത് ഇൻട്രാപേഴ്സണൽ, രണ്ടാമത്തേത് ഇന്റർപേഴ്സണൽ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് മോർ ദാൻ 3 people. രണ്ടാണെങ്കിൽ നമ്മൾ ഇന്റർപേഴ്സണലിലേക്ക് വരുത്തും. മൂന്നാണെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മേ ബി ദയർ. നമ്മള് ഇപ്പൊ നടത്തുന്നത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഒരാള് രണ്ടിലധികം ആളുകൾ, രണ്ടിലധികം എന്ന് പറഞ്ഞാൽ മോർ ദാൻ 3 ആളുകളോട് സംസാരിക്കുന്നു. അതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദയർ. സൈസ് വ്യത്യാസം ഉണ്ടാകാം, വലിയ സൈസ് ആവാം, ഒപ്പം ചെറിയ സൈസ് ആവാം, മോണോലോഗുകളാകാം, ഡയലോഗുകളാകാം. ഒരാൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാം, പല ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കാം, അങ്ങനെ പലതരത്തിലുണ്ടാവാം. അപ്പം അതിന്റെ ഒരു ഡയറക്ട്നെസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ സൈസിനെ ആശ്രയിച്ചിട്ടാണ്. വലിയൊരു ഗ്രൂപ്പ് ആളുകൾ, വലിയൊരു മാസ് ഓഡിയൻസ്, വലിയൊരു ആൾക്കൂട്ടം, അപ്പൊ അതിന്റെ സ്വാഭാവികമായും അതിന്റെ ഡയറക്ട്നെസ്സിൽ ഡിഗ്രിയിൽ കുറവ് വരും. റിലേഷൻഷിപ്പ് ഓഫ് ദി മെമ്പേഴ്സ്, നമുക്കൊരു ക്ലാസ്സിൽ സംസാരിക്കുന്ന പോലെയല്ല, ഒരു 3 ക്ലാസ്സുകൾ ഒരുമിച്ച് സംസാരിച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ ക്ലാസ്സിലുള്ള ആളുകൾ മാത്രമാണെങ്കിൽ we are having a personal relationship there, but if we are getting an opportunity to mix some other people from some other department or some other classes, automatically the degree of the relationship or the degree of directness will be decreased, അല്ലേ, കുറയും. അങ്ങനെ കുറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ഡയറക്ട്നെസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റിമസിയിൽ വ്യത്യാസം വരും.
അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഒരാൾ മാത്രം, ഇന്റർ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ രണ്ടാളുകൾ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഒരു കൂട്ടം ആളുകൾ, ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം അടുത്തത് മാസ് കമ്മ്യൂണിക്കേഷൻ. ജേർണലിസത്തോട് നമ്മൾ കൂടുതൽ അടുത്ത് വരികയാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോ mass communication is a communication which provide information to a mass audience through the mass media. Mass media വഴി നമ്മൾ മാസ് ഓഡിയൻസിന്, അതായത് ഡൈവേഴ്സിഫൈഡ് ഓഡിയൻസ് ആണ്, പ്രൊവൈഡ് ഇൻഫർമേഷൻ, പ്രൊവൈഡ് ഐഡിയ, പ്രൊവൈഡ് ആറ്റിറ്റ്യൂഡ് ടു എ ഡൈവേഴ്സിഫൈഡ് ഓഡിയൻസ്. മീഡിയ ഉപയോഗിച്ചിട്ട്, മാസ് മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, റേഡിയോ, ടെലിവിഷൻ, വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ ആൻഡ് ദ ലൈക്ക്. ഇതെല്ലാം മാസ് മീഡിയ. മാസ് മീൻസ് ഒരു ആൾക്കൂട്ടം, വലിയൊരു ആൾക്കൂട്ടം. മാസ്, വെയിറ്റിന്റെ മാസ് അല്ല നമ്മൾ പറയുക, ആൾക്കൂട്ടം. അപ്പം ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് നമ്മൾ ആ അറിവ് പകരുക, ആശയം പകരുക, കാഴ്ചപ്പാട് പകരുക, അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് മാസ് മീഡിയ ഉപയോഗിച്ചിട്ട് മാസിലേക്ക് നമ്മൾ ബഹുജന സമ്പർക്ക മാധ്യമം എന്നാണ് മലയാളത്തിൽ നമ്മൾ മാസ് മീഡിയക്ക് പറയുക. മാസ് മീഡിയക്ക് നമ്മൾ പറയുക ബഹുജന സമ്പർക്ക മാധ്യമം എന്നൊക്കെയാണ് പറയുക. അതിനേക്കാൾ നിങ്ങൾക്ക് എളുപ്പം മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് ഓർത്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം. അപ്പോ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വിച്ച് ടേക്ക് പ്ലേസ് ത്രൂ ദി മാസ് മീഡിയ. മാസ് മീഡിയ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയുക. Then we have seen intrapersonal communication, personal context, interpersonal communication, two people, group communication, three or more people, mass communication, communication to the mass audience through the mass media. Mass media ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന communication. Then in connection with the interpersonal communication, there we have seen interpost communication. Then in connection with intrapersonal communication, there we have seen the transpersonal communication. അങ്ങനെ പ്രധാനമായിട്ടുള്ളത് കണ്ടു. ഇവിടെ തീരുന്നില്ല, ഇനിയും നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ ആൻഡ് പ്രധാനമായിട്ട് നിങ്ങൾ ഇത്ര ഓർത്തിരിക്കുക, ഇനിയും നമ്മൾ വരുന്നു കേട്ടോ. നോൺ വെർബൽ ആൻഡ് വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയുന്നു. വെർബൽ, സ്പോക്കൺ ലാംഗ്വേജ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ refers to a spoken message that we transmit by producing sounds. ശബ്ദം ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ആണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. സ്പോക്കൺ മെസ്സേജ് ആണ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. Now we are conducting verbal communication. That means the source take the role of the speaker and the audience, the listeners. Yes, audio medium, radio is best example. Verbal communication. Verbal communication is important in human relationship, starting from interpersonal, group communication, other forms of communication. Everywhere it is applicable there. Yes. അപ്പോ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ സ്പോക്കൺ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. പറയുന്നു, കേൾക്കുന്നു, അതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. NVC എന്നൊക്കെ ചുരുക്കി നമ്മൾ പറയും. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Instead of specifying something through the verbal form of communication, there we are getting or there we absorb the information by seeing. കണ്ട് നമ്മൾ മനസ്സിലാക്കുക. ബോഡി മൂവ്മെന്റ്സ് അല്ലെ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാം നമ്മൾ കണ്ട് മനസ്സിലാക്കുക ചെയ്യുക അല്ലെ. വായിച്ച് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഹ്യൂമൻ ബീങ്സ് കമ്മ്യൂണിക്കേറ്റ് വെർബലി ത്രൂ വേർഡ്സ്, നോൺ വെർബലി ത്രൂ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി മൂവ്മെന്റ്സ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ can be understood as the process of sending and receiving message without the use of words. അല്ലെ, വാ, പോ, വെൽ ഡൺ എന്നൊക്കെ നമ്മൾ പറയും. എന്നെ കാണിക്കുക, ഇതൊക്കെ നമ്മൾ ചോദിക്കും. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ പോലും ആംഗ്യഭാഷ കൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ വെർബലിനേക്കാൾ പവർഫുൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ റിട്ടൺ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇല്ലേ. എഴുതുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പ്രിന്റഡ് വേർഡ്സ് ഉണ്ട്, റിട്ടൺ വേർഡ്സ് ഉണ്ട്. അത് നമ്മള് വായിച്ചു മനസ്സിലാക്കുന്നുണ്ട്. നോൺ വെർബൽ ഡയമെൻഷനിലാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പറയുന്നത്. റിട്ടൺ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും വലിയ കമ്പാരിസൺ ഒക്കെ സാധ്യതയുള്ള മേഖലയാണ്.
ഫോർ ലീഗൽ സേഫ്റ്റി റിട്ടേൺ ഫോം ഈസ് ബെസ്റ്റ്. നാളെ നീ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാവണം. ഫോർ ഫയലിംഗ് പർപ്പസ് ഇറ്റ് ഈസ് ബെസ്റ്റ്. ഇത് നമുക്ക് ഇവിടെ പറയുന്ന സമയത്ത് ന്യൂസ് പേപ്പറുകളുടെയൊക്കെ നേട്ടങ്ങൾ പറയുന്നത് ഇങ്ങനെയാണെന്ന്. നമുക്ക് ഫയൽ ചെയ്യാം, ഫ്യൂച്ചർ റെഫറൻസ് പറ്റും, അപ്പം നമുക്ക് എവിഡൻസ് ഉണ്ട്, ലീഗൽ സേഫ്റ്റി ഉണ്ട്. അങ്ങനെയുള്ള പല നേട്ടങ്ങൾ റിട്ടേൺ ഫോം കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് പറയാനായിട്ട് കഴിയും. ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഔദ്യോഗികമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷാക്രമമുണ്ട്. പലപ്പോഴും നമ്മൾ റിട്ടേൺ ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുക. വാക്കാൽ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്താറുണ്ട്. വെറുതെ തമാശ, നിങ്ങളുടെ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത്, നിങ്ങൾ കൂട്ടുകാരൊത്ത് സംസാരിക്കുന്നത്, ഇതൊക്കെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾസ് ആണ്. നമ്മൾ കഫറ്റീരിയയിലിരിക്കുക സംസാരിക്കുന്ന സമയത്ത്, ലഞ്ച് ബ്രേക്കിൽ സംസാരിക്കുന്നത്, ഇതൊക്കെ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ എക്സാമ്പിൾസ് ആണ്. അതോടൊപ്പം നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, യു ആർ റിക്വസ്റ്റഡ് ടു അറ്റൻഡ് ആൻ ഇന്റർവ്യൂ, സോ ആൻഡ് സോ, ദാറ്റ് ഈസ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഫോർമൽ കമ്മ്യൂണിക്കേഷനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്നും ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയുന്ന ഒരു തരത്തിലേക്ക് കൂടി നമുക്കതിനെ വീണ്ടും തിരിക്കാം. വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ നമുക്കറിയാം ഫ്രം ടോപ്പ് ടു ബോട്ടം ഓർ ബോട്ടം ടു ടോപ്പ്, അങ്ങനെ ഏത് തരത്തിലുമാവാം. ഫോർ എക്സാമ്പിൾ, if the director of the education department gives some instructions to the head of all the institutions affiliated to that particular department, that is a vertical communication. Yes, a student submit apology in connection with the problem, that is also vertical communication. അതായത് ഹൈറാർക്കിക്കൽ ഓർഡറിൽ മുകളിലും താഴെയുമുള്ള ആളുകൾ തമ്മിൽ നടത്തുന്നതാണ് ഇപ്പം സ്വാഭാവികമായി വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഈ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ ഓൾസോ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. മുകളിലേക്കുള്ള ഒരു വിദ്യാർത്ഥി ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, HOD അടുത്തോ സ്റ്റാഫ് ഗൈഡിന്റെ അടുത്തോ ക്ലാസ് ടീച്ചറിന്റെ അടുത്തോ കൊടുക്കുന്നു. ഫ്രം ബോട്ടം ടു ദ ടോപ്പ്, ഇല്ലേ? യെസ്, അത് ഒരു റിക്വസ്റ്റ് ഫോർമാറ്റ് ആണ്. അതിനെ നമ്മൾ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നു, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അതേസമയം തിരിച്ച് പ്രിൻസിപ്പൾ പറയുകയാണെന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, അല്ലെങ്കിൽ HOD പറയുകയാണെന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, അല്ലെങ്കിൽ കളക്ടർ നിർദ്ദേശം കൊടുക്കുകയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞ് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഫ്രം ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴത്തേക്കാണ് നിർദ്ദേശം, ഇൻസ്ട്രക്ഷൻസ്, കമാൻഡ്സ് ആണ് വരിക. ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ downward and upward communication can be specified as the two forms of the vertical communication. Vertical communication രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനും അപ്വേർഡ് കമ്മ്യൂണിക്കേഷനും നമുക്ക് പറയാനായിട്ട് കഴിയുക. അപ്പം വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. ഒരു വിദ്യാർത്ഥി ഒരു റിക്വസ്റ്റ് കൊടുക്കുക, ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുക. താഴെ നിന്ന് വിദ്യാർത്ഥി ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കുക, HODക്കോ സ്റ്റാഫ് ഗൈഡിനോ ഒക്കെ ആവാം. അപ്പൊ അത് താഴെ നിന്ന് മുകളിലേക്ക്, ദാറ്റ് ഈസ് അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. തിരിച്ച് ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പ്രിൻസിപ്പൾ പറയുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിരോധനാജ്ഞ ആയിരിക്കും എന്ന് കളക്ടർ പ്രഖ്യാപിക്കുന്നു, മുകളിൽ നിന്ന് താഴത്തേക്കാണ് വരിക, അല്ലെ? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഫോർമൽ കമ്മ്യൂണിക്കേഷനകത്ത് നമ്മൾ നടത്തുന്ന മെത്തേഡ്. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് സിമിലർ ലെയർ ഓഫ് പീപ്പിൾ ആണ് സാധാരണ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇവിടെയും നടക്കാം, ഒരു സിമിലർ ലെയറിൽ പോകുന്നു, ഒരേ തരത്തിലുള്ളതാണ്. അപ്പം അവിടെ നമ്മൾ ഫോർമൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് നടത്താം. ഇനി ഇതിനോട് ചേർത്തുള്ള ഒരു വാക്കുകൂടിയുണ്ട്, അതിന് അത്രമാത്രം വിശദീകരിച്ച് പറയുന്നില്ല. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയും. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ ഉദാഹരണം ഗോസിപ്പ് ഒക്കെ ഉണ്ടാവും, റൂമറുകളൊക്കെ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ, മുന്തിരിച്ചാരെന്നവർക്ക് ഇത് കേട്ടോ, ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് നമ്മൾ പറയും. അപ്പൊ പറഞ്ഞതിനെ ഒന്നുകൂടി നമ്മൾ ക്രോഡീകരിക്കുകയാണ്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഓർ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ഡിഫറെന്റ് കാറ്റഗറീസ്. ഇതല്ലാതെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അത്രയും വിശദീകരിച്ച് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻസിനെ നമുക്ക് പലതരത്തിൽ, ആശയവിനിമയത്തെ നമുക്ക് പലതരത്തിൽ തിരിക്കാം. അപ്പം വേറൊരു ക്ലാസിഫിക്കേഷൻ സാധാരണ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ പുതിയതായിട്ട് നമ്മൾ കാണുന്നു. പബ്ലിക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ട് when a group becomes too large for all members to contribute. One characteristic of public communication is an unequal amount of speaking. 1 or more address their remarks to the remaining
members who act as the audience. അങ്ങനെ ഒരു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമുക്ക് കുറച്ച് ആധികാരികമായ സമീപനത്തിലൂടെ കാണാനായിട്ട് കഴിയും. നമ്മൾ അത്രയും അങ്ങോട്ട് കാണുന്നില്ല, അത്രയും അങ്ങോട്ട് നമ്മൾ നോക്കുന്നില്ല കേട്ടാ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. കമ്മ്യൂണിക്കേഷൻ can be divided into different classes or categories, or different type of communication are there, depend upon the number of participants and the mode or method which uses to communicate. The first one is intrapersonal communication. There only one person conducts the communication. That means the source and message, source and the receiver, the same person itself. Examples also we specified: yoga, meditation, prayer, reflections, and the like. And whenever the intrapersonal communication is associated with the conversational communication with the divine spirit, that can be termed as transpersonal communication. Then interpersonal communication, two people conduct the communication process. It is considered as the most powerful form of communication. Someone sends, because it is more, someone sends message to other. Second one, intimacy, the maximum intimacy there we can create. And different modes and methods also there we have to make use in connection with improve the communication process. Okay, then whenever you make use of the interpersonal communication with the aid of mechanism or any kind of devices, that can be termed as interposed communication. Interposed communication. Then group communication, more than 3 people take part in that communication, and depend upon the intimacy, the degree of the level of the success may vary from one to another. Then the mass communication, that means the mass audience there will, diversified audience there will concentrate and communicate through the mass media like newspaper, radio, TV, website, internet, social media, and the like lot are there. Then the verbal and non-verbal communications, through the form of spoken language, verbal communication, through the form of gestures, symbols, signs are there. Written form of communication is also there. Then the vertical form of communication, then the horizontal form of communication. Just we specified about the grapevine also. Okay, വേറെ ടൈമുകളൊക്കെ ചേർത്തിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പറയാൻ പറ്റും. വെർട്ടിക്കൽ ഫോമിനെ തന്നെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ പലതരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഡിയാഡിക് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാളുകൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷന്, 2 ആളുകൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പല പേരുകളിൽ നമുക്ക് കമ്മ്യൂണിക്കേഷനെ വീണ്ടും വേർതിരിക്കാനായിട്ട് പറ്റും. തൽക്കാലം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളത് ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആധികാരികമായ പഠനത്തിലൂടെ കൂടുതൽ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുക. ആശയവിനിമയം പലതരം, അതാണ്